കേരള രാഷ്ട്രീയത്തിലെ അതികായകനായ കെ.എം. മാണി വിടവാങ്ങി. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനായും ഒരു നോക്ക് കാണാനുമായും കോട്ടയത്തേക്ക് ഒഴുകുകയാണ്. ഈ അവസരത്തിൽ മാണി സാറിനെ നിങ്ങൾ ഓർക്കുന്നത് എങ്ങനെ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. കൊല്ലത്ത് നിന്നും വിഷ്ണു എന്ന പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ആദ്യമായി ചേർന്നത്. ശ്രീ വിഷ്ണു, എങ്ങനെയാണ് താങ്കൾ കെ.എം. മാണിയെ ഓർത്തെടുക്കുന്നത്? അരനൂറ്റാണ്ടിലധികമായി കേരള രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണായിരുന്ന വ്യക്തിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം? പണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ നേരത്ത്, കാസർഗോഡ് LP സ്കൂളിൽ പഠിക്കാൻ നേരത്ത് പരക്ഷ എക്സ്പ്രസിൽ ഒരു പ്രാവശ്യം പോവുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് സെക്കൻഡ് AC സ്ലീപ്പർ ചെയർക്കാറിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രാവശ്യം സംസാരിക്കാൻ കിട്ടി. അപ്പോൾ കൂടെ AK ആന്റണി സാറും ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിക്കുന്നിടത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ SFIയുടെ വർക്കറാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അവർ യാതൊരു വിരോധവും കാണിച്ചില്ല, കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ കുറെ കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലൈഫിനകത്തുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ പറ്റാത്തതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാവാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞു. ഇതന്നെ കോൺഗ്രസിനകത്ത് നിക്കക്കള്ളിയില്ലാത്തത് കൊണ്ടാണ് ചാടിരേണ്ടി വന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഏകൻ സാർ ചിരിക്കുകയും ചെയ്തു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ബഡ്ജറ്റിന്റെ GDPയുടെ 5% എഡ്യൂക്കേഷൻ ബഡ്ജറ്റുള്ളൂ. 33% വരെ ആയിട്ട് അദ്ദേഹം ധനകാര്യമന്ത്രിയായിട്ട് നിന്നിട്ട് വിദ്യാഭ്യാസ ബഡ്ജറ്റ് ഇത്രയും, ആരോഗ്യ ബഡ്ജറ്റ് ഇത്രയും ആക്കിയത് അദ്ദേഹത്തിന്റെ ഭയങ്കര ദീർഘദൃഷ്ടിയാണ്. കേരള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഗ്രേറ്റ്. അത് ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് ആയിരുന്നെങ്കിൽ ഈ കേരളത്തിന് ഞങ്ങൾ കിട്ടുന്നതാണ് ഇന്ത്യ ഉള്ളത്. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. കണ്ണൂരിൽ നിന്നും ഹാഷിം എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത്. ശ്രീ ഹാഷിം, ഇന്ന് 9:30 ഭൗതിക ശരീരം വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ കോട്ടയത്തെത്തിക്കും. എങ്ങനെയാണ് താങ്കൾ മാണി സാറിനെ ഓർക്കുന്നത്? മാണി സാറിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ വലിയ UDF സംവിധാനത്തിൽ, UDF രാഷ്ട്രീയത്തിൽ വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. കെ.എം. മാണി സാറ് PK കുഞ്ഞാലിക്കുട്ടിയും കുന്നൂനും കെ.എം. മാണിയും അടങ്ങുന്ന ആ ത്രിമൂർത്തികള്, ആ UDF സംവിധാനം നയിക്കുന്ന ആ ത്രിമൂർത്തികളിൽ ഒരു കണ്ണി അറ്റുപോയതിന്റെ വേദന UDF സംവിധാനത്തിന് വളരെ ഏറെയാണ്. കെ.എം. മാണിയെ ഞാൻ സ്മരിക്കുന്നത്, കെ.എം. മാണി കഴിഞ്ഞ മന്ത്രിസഭയിൽ അവസാനം അവതരിപ്പിച്ച CPM CPMന്റെ പ്രതിഷേധത്തില് കെ.എം. മാണി സാർ അവതരിപ്പിച്ച ആ ബഡ്ജറ്റിന്റെ ആ നിശ്ചയദാർഢ്യം, അതാണ് ആ ബഡ്ജറ്റിൽ അന്ന് ഞങ്ങൾക്ക് കേരളത്തില്, സമൂഹത്തിന്, ലോകത്തിന് മുമ്പിൽ കാണാൻ പറ്റിയത്. കെ.എം. മാണിയുടെ ആ നിശ്ചയദാർഢ്യം, ആ ബഡ്ജറ്റ് അവതരണം, എത്ര പ്രതിഷേധത്തിന്റെ ഇടയിലും കെ.എം. മാണി ഏത് രൂപത്തില് ഈ സംവിധാനങ്ങളെ നയിക്കാമെന്ന് കെ.എം. മാണിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് സമൂഹത്തിന് കാണാൻ പറ്റിയിട്ടുണ്ട്. കെ.എം. മാണിയെ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു. കണ്ണൂരിൽ നിന്ന് പട്ടാമ്പിയിൽ നിന്ന് മണികണ്ഠൻ എന്ന പ്രേക്ഷകൻ കൂടിച്ചേരുന്നു. മണികണ്ഠൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിയായും MLA-യുമായി ഇരുന്ന വ്യക്തിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? കേരള രാഷ്ട്രീയത്തിലെ അതികായൻ കെ.എം. മാണി സാർക്ക് ആദ്യമായി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതിനോടൊപ്പം പറയാനുള്ളത് എന്തെന്ന് വിചാരിച്ചാൽ, ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുമ്പോൾ അതിലൊരു അംഗം പോലും അല്ലാതിരുന്ന അദ്ദേഹം അതിനുശേഷം ആ പാർട്ടിയിലെ അതികായകനായി മാറുകയും ആ പാർട്ടിയുടെ ലീഡറായും മാറി ആ പാർട്ടിയെ വളരും തോറും വളരും എന്നൊരു സിദ്ധാന്തത്തിലൂടെ 2 ജില്ലകളിൽ മാത്രമേ ഉള്ളൂ എങ്കിലും ആ പാർട്ടിയെ ഇത്രയേറെ വളർത്തിക്കൊണ്ടുവന്ന അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി. ചെന്നൈയിൽ നിന്നും പ്രേമൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. പ്രേമൻ, വൈകാരികമായാണ് ഈ ഒരു വാർത്ത കോട്ടയവും പാലയും എല്ലാം സ്വീകരിച്ചത്. ഇതറിഞ്ഞപ്പോൾ മുതൽ തന്നെ കൊച്ചിയിലെ ലേക്ഷൂർ ആശുപത്രിയിലേക്കും കോട്ടയത്തെ അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഓഫീസിലേക്കും പാലയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കും ആളുകൾ ഒഴുകിയെത്തുകയാണ്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? തീർച്ചയായും കെ.എം. മാണിയുടെ ആകസ്മികമായ നിര്യാണത്തിൽ ആദ്യമായിട്ട് അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ മാന്യമായ പെരുമാറ്റം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കെ.എം. മാണിയുടെ ഈ വിയോഗം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. 54 വർഷക്കാലം MLA-യും 13 വർഷക്കാലം ബജറ്റ് അവതരിപ്പിച്ച റിക്കാർഡ് സൃഷ്ടിച്ച കെ.എം. മാണിയുടെ ആകസ്മിക നിര്യാണത്തിൽ വളരെയധികം ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അതാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. ശരി, കണ്ണൂരിൽ നിന്നും സിദ്ദിഖ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ സിദ്ദിഖ്, പല പിളർപ്പുകൾക്കിടയിലും കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് വിടവാങ്ങിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരും എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇത്രയേറെ
ജീവകാരുണ്യ പ്രവർത്തനം, കാരുണ്യ ബെനഫിറ്റ് ഫണ്ട് കേരളത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് എന്നും ഉണ്ടാകും. അദ്ദേഹം ഒരിക്കൽ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്നേഹനിർഭരമായിട്ടുള്ള പെരുമാറ്റം എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അപൂർവം വ്യക്തിത്വത്തിനുടമയാണ് മാണി സാറ്. മാണി സാറിനെ കേരളത്തിലെ ബാർ വിവാദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചത് ഒരു ചരിത്രത്തോട് എന്നും മാപ്പ് പറയേണ്ട ഇതാണ്. കാരണം കാരുണ്യ ബെനഫിറ്റ് ഫണ്ടിലൂടെ ലോട്ടറിയിൽ നിന്ന് വരുന്ന വരുമാനം പൂർണ്ണമായും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സമർപ്പിച്ച KM മാണിയെ കുറിച്ച് അഴിമതിയുടെ ആരോപണം ഉന്നയിച്ച ഈ രാഷ്ട്രീയ കൊലപാതകളെ കുറിച്ച് ഈ സമയത്ത് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു മാണി സാറാണ്. ആ മാണി സാറെ കുറിച്ച് എന്നും കേരളം ഓർക്കും. കേരളം നിലനിൽക്കുന്നിടത്തോളം കാലം മാണി സാറെ കുറിച്ച് ഓർക്കും. ശരി, താങ്കളുടെ പ്രതികരണത്തിന്. നെടുമ്പാശ്ശേരിയിൽ നിന്നും വിഷ്ണു എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ വിഷ്ണു, 51 വർഷമാണ് പാലയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നിയമസഭയിലെത്തിയത്. അദ്ദേഹം ഇന്നലെ വൈകിട്ടോടുകൂടി നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ശ്രീ വിഷ്ണു, കേൾക്കാമെങ്കിൽ. വളരെ തീരാ നഷ്ടമാണ് മാണി സാറിന്റെ നിര്യാതം. പറഞ്ഞോളൂ. വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ മാണി സാറിന്റെ നിര്യാതം. കേരള കോൺഗ്രസിന്റെ വിട്ടുപോയൊരു ശരി, പട്ടാമ്പിൽ നിന്നും സുഫേർ എന്ന പ്രേക്ഷകൻ നമ്മുടെ പഞ്ച. സുഫേർ, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തെ ഓർക്കുന്ന അദ്ദേഹം നല്ലൊരു നേതാവാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ ദൈവം വിളിക്കുമ്പോ പോവാണ്ടിരിക്കാൻ നിവർത്തില്ലല്ലോ. നമ്മൾ തീരാ നഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം അതുവരെ ആൾക്ക് ഒരു ആയുസ് വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുവരെ എത്തുമ്പോ അയാൾ പോയി. അങ്ങനെ ഇനി നമുക്ക് തീരാ നഷ്ടം എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വന്നേനെ. 13 വർഷക്കാലമാണ് അദ്ദേഹം നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത്. അതിനെയൊക്കെ താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത്? നല്ല 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 പ്രവർത്തികളുണ്ട്. പക്ഷെ ദൈവം ഇനി ആൾക്ക് അധികം ആയുസ് കൊടുത്തില്ല. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് വേണ്ട എല്ലാ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ, നല്ലത് ചെയ്യാൻ ഇനി നോക്കുക. ഓക്കെ, ശരി. താങ്കളുടെ പ്രതികരണത്തിന്. കേരള രാഷ്ട്രീയത്തിലെ അധികായനായ KM മാണി വിട വാങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനായും ഒരു നോക്ക് കാണാനുമായും കോട്ടയത്തേക്ക് ഒഴുകുകയാണ്. മഹാരാഷ്ട്രയിൽ നിന്നും അനീഷ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ അനീഷ്, എങ്ങനെയാണ് KM മാണി എന്ന രാഷ്ട്രീയ പ്രഭാവത്തെ താങ്കൾ ഓർത്തെടുക്കുന്നത്? മാണി സാറിനെ പോലുള്ള ഒരു വ്യക്തി 5 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഒരു 15 വർഷം മുന്നോട്ട് നയിക്കാൻ വേണ്ടി കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തില് ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിന് വളരെയധികം പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചേനെ. അദ്ദേഹം മരിച്ചുപോയതിൽ, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയതിൽ വളരെയധികം പ്രയാസമുണ്ട്. ആലപ്പുഴയിൽ നിന്നും ആന്റണി എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ആന്റണി, 1964 പാലാ മണ്ഡലം രൂപീകരിച്ചപ്പോൾ മുതൽ അവിടുത്തെ MLA ആണ് KM മാണി. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത്? KM മാണി സാർ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും സമർത്ഥനായ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു മന്ത്രി എന്നൊരു റെക്കോർഡും മാണി സാറിന്റെ പേരിലുണ്ട്. മാണി സാറിന്റെ വിയോഗം കേരള കോൺഗ്രസിനും UDF-നും അതേപോലെ കേരളത്തിന് നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. കോട്ടയത്ത് നിന്ന് ബിജു എന്ന പ്രേക്ഷകനാണ് ചേർന്നത്. ശ്രീ ബിജു, കോട്ടയവും പാലയെല്ലാം വളരെ വൈകാരികമായാണ് ഈ ഒരു വാർത്ത ഏറ്റുവാങ്ങിയത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? കോട്ടയത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് വന്നിരിക്കുന്നത്. പ്രധാന രാഷ്ട്രീയത്തിന്റെ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ നിര്യാണത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയും ഉള്ള കാലങ്ങളിൽ എന്നും ഓർക്കാൻ വേണ്ടിയുള്ള മാതൃകയാണ് കോട്ടയത്തിന് വേണ്ടി പാലായ്ക്കും കോട്ടയത്തിനും ഏറ്റുമാനൊക്കെ എല്ലാം വേണ്ടി ചെയ്തിരിക്കുന്നത്, കേരളത്തിന് മുഴുവൻ ചെയ്തിരിക്കുന്നത്. ശരി, ഇന്നലെ വൈകിട്ട് കൊച്ചിയിലെ ലേക്ഷൂർ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഭൗതിക ശരീരം. ഇന്ന് 9:30 കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്ക് വിലാപയാത്രയായി എത്തിക്കും. ഏറ്റുമാനൂരിൽ നിന്ന് അഖിൽ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. അഖിൽ, എങ്ങനെയാണ് KM മാണി എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഓർക്കുന്നത്? വളരെ വേദനയോടുകൂടിയാണ് 2 ദിവസമായിട്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഇപ്പം ഏറ്റവും മനസ്സാറിനോട് അടുത്ത് കിടക്കുന്ന കോട്ടയം ജില്ലയിൽപ്പെട്ട ആളുകളൊക്കെ ഈ വാർത്തകൾ ശ്രവിക്കുന്നത്. കോട്ടയത്തിന് മാത്രമല്ല കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു തീരാ നഷ്ടമാണ് മാൻസാറ്. അദ്ദേഹം തൊട്ട എല്ലാ മേഖലകളിലും പൊന്നാക്കി മാറ്റിയ ഒരു വ്യക്തിപ്രഭാവമാണ്, ഒരു നേതാവായിരുന്നു.
അദ്ദേഹം നിരവധി മന്ത്രിസഭകളിൽ അംഗമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പുകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഒരു മാണി ടച്ച് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല മലയോര കുടിയേറ്റ കർഷകർക്കൊക്കെ എന്നും ഒരു അത്താണിയായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മാണി സാറ്. അധ്വാന വർഗത്തിന്റെ അത്താണിയായിരുന്നു നഷ്ടപ്പെട്ടത്. കേരള രാഷ്ട്രീയത്തിൽ വളരെ ഒരു തീരാ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നികത്താനാവാത്ത വലിയൊരു നഷ്ടമാണ് കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. പാലയിൽ നിന്നും ജോളി എന്ന പ്രേക്ഷകനാണ് നമ്മളൊപ്പം ചെയ്യുന്നത്. ജോളി, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? 13 വർഷമാണ് പാല എന്ന നിയമസഭാ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചത്. ഏറ്റവും കൂടുതൽ ഒരു മണ്ഡലത്തിൽ നിന്ന് MLA ആയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. വളരെ വൈകാരികമായാണല്ലോ പാല ഈ വാർത്തയെല്ലാം സ്വീകരിച്ചത്. താങ്കളുടെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഹലോ, ഞങ്ങളുടെ മാണി സാറ് ഞങ്ങളുടെ എല്ലാമായിരുന്നു. മാണി സാറ് ഞങ്ങളോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും മാണി സാറിന്റെ ഇതെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു സഹായത്തിന് കൂടി വരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ മാണി സാറിനെ ഓർത്ത്. മലപ്പുറത്ത് നിന്ന് ജെയിംസ് എന്ന പ്രേക്ഷകനാണ് ചേർന്നത്. ശ്രീ ജെയിംസ്, 13 വർഷം അദ്ദേഹം കേരളത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. ഓരോ ബജറ്റും അദ്ദേഹം അവതരിപ്പിച്ച ഓരോ ബജറ്റും വലിയ ചർച്ചയാവുകയും ചെയ്തു കേരളത്തിൽ. താങ്കൾ എങ്ങനെയാണ് കെ മാണിയെ ഓർക്കുന്നത്? ബഹുമാനപ്പെട്ട പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട മാണി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ കേരളത്തിന്റെ അത്യുജ്വലനായ ഒരു നേതാവാണ് ഇന്ന് നമുക്ക് കടന്നുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ എല്ലാവിധ ദുഃഖത്തോടു കൂടി അദ്ദേഹത്തെ ഓർക്കുകയാണ്. കേരളത്തിൽ 13 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. കർഷകനും കർഷക തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി നിലകൊണ്ട ഒരു നേതാവാണ്. അദ്ദേഹത്തെ ഞാൻ വിഷമത്തോടുകൂടി ഓർക്കുന്നു. ഈ സമയത്ത് ആ കുടുംബത്തിനും അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയംഗവുമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. കാസർഗോഡ് നിന്ന് ദിവാകരൻ എന്ന പ്രേക്ഷകൻ ചേർന്നു. ശ്രീ ദിവാകരൻ, 9:30 കൂടി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്ക് കൊണ്ടുപോകും. ഇന്ന് കോട്ടയത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ ഓഫീസിലും പാല ടൗൺ ഹാളിലും അടക്കം പൊതുദർശനമുണ്ട്. നാളെ 3 മണിക്കാണ് സംസ്കാരം. താങ്കൾ എങ്ങനെയാണ് കെ മാണിയെ ഓർക്കുന്നത്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ജീവൻലാൽ എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത്. ജീവൻലാൽ, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഞാൻ ഓർത്തെടുക്കുന്നത് പാലായ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ ആ ആളെ പറ്റി പരമാവധി ദോഷം പറയുകയും മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്തിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം നല്ലത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടെ ആയുസ് കിട്ടിയതിനെ കുറച്ചു പേര് അദ്ദേഹത്തിനെതിരെ ആദ്യമായിട്ട് നിൽക്കാതിരിക്കുമായിരുന്നെങ്കിൽ മാനസികമായിട്ട് സന്തോഷം കൊടുത്തിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരുടെ കാര്യം തന്നെയാണ്. ജീവിച്ചിരിക്കുമ്പം ആളെ പറ്റി നല്ലത് പറയണം, മരിച്ചു കഴിയുമ്പോൾ അല്ല പറയേണ്ടത്. ശരി, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. കേരള രാഷ്ട്രീയത്തിലെ അധികായനായ കെ മാണി ഇവിടെ വാങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനുമായും ഒരു നോക്ക് കാണാനുമായും കോട്ടയത്തേക്ക് ഒഴുകുകയാണ്. ഇന്ന് 9:30 കൂടി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി കോട്ടയത്തെത്തിക്കും. 12 മണിയോടെ കോട്ടയത്തെത്തിക്കുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം 12:30 കൂടി കേരള കോൺഗ്രസ് എം ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് പാല ടൗൺ ഹാളിലും ഇന്ന് പൊതുദർശനമുണ്ടാകും. നാളെ 3 മണിക്കാണ് സംസ്കാരം. എങ്ങനെയാണ് ഈ അവസരത്തിൽ മാണി സാറിനെ നിങ്ങൾ ഓർത്തെടുക്കുന്നത് എന്ന ചോദ്യമാണ് പ്രേക്ഷക പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.